റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ഭീഷണിപ്പെടുത്തി തന്റെ വഴിക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ എണ്ണിപ്പറഞ്ഞും ദീർഘദൂര ടൊമോഹോക്ക് മിസൈലുകൾ യുക്രൈന് കൈമാറുമെന്നും ഒക്കെ പറഞ്ഞായിരുന്നു ട്രംപിന്റെ ഭീഷണികൾ. എന്നാൽ ഇമ്മാതിരി വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന നിലപാടിലാണ് പുടിൻ. കൂടാതെ ട്രംപിനുള്ള മറുപടി എന്നോണം ലോകത്ത് ഒരു പ്രതിരോധ സംവിധാനത്തിനും തകർക്കാൻ കഴിയാത്ത ന്യൂക്ലിയർ പവേർഡ് മിസൈലും റഷ്യ പുറത്തിറക്കി കഴിഞ്ഞു. റഷ്യ എന്തിനുള്ള പുറപ്പാടിലാണ്? എന്താണ് പുടിൻ പുറത്തെടുത്തിരിക്കുന്ന പുതിയ ആയുധം? വിശദമായി നോക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള ബ്യൂറോവെസ്നിക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് റഷ്യ. ചുഴലിക്കാറ്റിന് മുന്നറിയിപ്പ് നൽകുന്ന കടൽ മേഖലകളിൽ കാണപ്പെടുന്ന ഒരു ചെറു പക്ഷിയാണ് ബ്യൂറോവെസ്നിക്. 9M730 ബ്യൂറോവെസ്നിക് അല്ലെങ്കിൽ സ്റ്റോം പെട്രൽ എന്ന് റഷ്യ വിളിക്കുന്ന ഈ മിസൈലിന് നേറ്റോ നൽകിയിരിക്കുന്ന പേര് SSC-X9 സ്കൈഫോൾ എന്നാണ്. ഈ മിസൈൽ വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങളായി റഷ്യ നടത്തുന്നുണ്ടായിരുന്നു. ഭൂമിയുടെ പകുതി ചുറ്റിവരാൻ ബ്യൂറോവെസ്നിക്കിന് സാധിക്കുമെന്നാണ് റഷ്യൻ ഡിഫൻസ് മിനിസ്ട്രി പറയുന്നത്. 50 മുതൽ 100 മീറ്റർ മാത്രമാണ് ഈ മിസൈലിന്റെ ഉയരം എന്നതിനാൽ റഡാറുകൾക്ക് പോലും കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഏത് ദിശയിലേക്ക് വേണമെങ്കിലും പറക്കാനും സാധിക്കും. ടാർഗറ്റ് അനുസരിച്ച് ഒന്നിലധികം ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായി 2011 ആരംഭിച്ച പ്രൊജക്ടാണിത്. 2018 തന്റെ സ്റ്റേറ്റ് ഓഫ് ദി നേഷൻ സ്പീച്ചിലാണ് പുടിൻ ബ്യൂറോവെസ്നിക് ആദ്യമായി അവതരിപ്പിച്ചത്. US മിസൈൽ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് വെല്ലുവിളി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് പുടിൻ ഇത് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. 2023 മിസൈൽ പരീക്ഷണം നടത്തിയതായി പുടിൻ പ്രഖ്യാപിച്ചെങ്കിലും ഇത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യുഎസിന്റെ ടൊമോഹോക്ക് ഭീഷണികൾക്കിടെ ബ്യൂറോവെസ്നിക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുടിൻ. ഒക്ടോബർ 21 മിസൈലിന്റെ പരീക്ഷണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ധനം റീഫിൽ ചെയ്യാതെ 15 മണിക്കൂറോളം വായുവിൽ സഞ്ചരിക്കാൻ ബ്യൂറോവെസ്നിക്കിന് ശേഷിയുള്ളതായാണ് പറയപ്പെടുന്നത്. 14,000 കിലോമീറ്ററാണ് ദൂരപരിധി. ഫ്ലൈയിങ് ചെർണോബിൽ എന്നാണ് പാശ്ചാത്യ വിദഗ്ധർ ഈ മിസൈലിന് നൽകിയിരിക്കുന്ന ഓമന പേര്. യുക്രൈൻ വിഷയത്തിൽ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നടപടികൾക്കുള്ള മറുപടിയായാണ് റഷ്യയുടെ ഈ നടപടി വിലയിരുത്തപ്പെടുന്നത്. അതേസമയം പുതിയ മിസൈലുകൾ പരീക്ഷിക്കുന്നതിന് പകരം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് ട്രംപ് പുടിനോട് ആവശ്യപ്പെടുന്നത്. റഷ്യയുടെ പരീക്ഷണം ഉചിതമല്ല എന്നും ട്രംപ് പ്രതികരിച്ചിരുന്നു. വെടിനിർത്തലിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ട്രംപ് നിരവധി മുന്നറിയിപ്പുകൾ നൽകുകയും റഷ്യയ്ക്കും പുടിനും റഷ്യയുടെ വ്യാപാര പങ്കാളികൾക്കും അന്ത്യശാസനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. റഷ്യൻ എണ്ണ ഉൽപാദന ഭീമന്മാരായ റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനുമെതിരെ US പുതിയ ഉപരോധങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു സമാധാന കരാർ നിലവിൽ വരുന്നതുവരെ പുടിനുമായി കൂടിക്കാഴ്ച നടത്തില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് US റഷ്യ ബന്ധം ഇപ്പോഴുള്ളത്. കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അമേരിക്ക.